ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ലൊരു ദിവസം നേരുക. ഇന്ന് എനിക്ക് നിന്നോട് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യത്തെക്കുറിച്ചാണ്. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 3-ാം അധ്യായം 16-ാം തിരുവചനം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നോക്കിക്കേ, ദൈവപിതാവ് എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നതെന്ന്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തൻ്റെ ചങ്കായ പ്രിയപുത്രനെ നൽകുവാൻ തക്കവിധം എന്ന് പറയുമ്പോൾ എന്താ? കുരിശിലൊരു ബലിയായിട്ട് അർപ്പിക്കാൻ തക്ക വിധത്തിൽ നിന്നെ പിതാവായ ദൈവം സ്നേഹിക്കുന്നുവെന്ന് നിനക്കത് തോന്നിയിട്ടുണ്ടോ? നിൻ്റെ ജീവിതത്തിൽ ഈ പിതാവിൻ്റെ സ്നേഹത്തെ എത്രത്തോളം കണ്ടെത്തുവാനായിട്ട്, അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ട്? നിനക്ക് വേണ്ടി, നീ ഉയരുവാൻ വേണ്ടി, നീ ജീവിതത്തിൽ വളരുവാൻ വേണ്ടി, നീ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി, നീ ദൈവത്തിൻ്റെ മകനും മകളുമായി തീരുവാൻ വേണ്ടി തൻ്റെ ചങ്കായ പുത്രനെ അവിടുന്ന് കുരിശിൽ ബലിയായിട്ട് സമർപ്പിച്ചു. അത്രത്തോളം വാല്യൂ ഉണ്ട് നിനക്ക്. അത്രത്തോളം നിന്നെ പിതാവ് സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. അതൊന്ന് അനുഭവിക്കണം. അതിനെക്കുറിച്ച് ശക്തമായിട്ട് ഇന്നൊന്ന് ധ്യാനിക്കണം. നിനക്ക് തീർച്ചയായിട്ടും അത് അനുഭവിക്കാൻ ഇടവരും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ചൊന്ന് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, നിൻ്റെ പിതാവിൻ്റെ സ്നേഹം ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തുക. ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി നിന്നെ വലിയൊരു ബലിയായിട്ട് നൽകിയല്ലോ. ഈശോയെ, സ്നേഹത്തെ അനുഭവിച്ചറിയുവാനായിട്ട് എന്നെ കേൾക്കുന്ന ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാവിധ കൃപകളും ഈ വ്യക്തിയിലേക്ക് നിറയപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.